ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഈ ബ്ലൗസിൽ വന്നിട്ട് പെൻറ്റഗൺ ഷേപ്പ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബീഡ്സ് ഷുഗർ ബീഡ്സ്, ലാർജ് ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, സ്റ്റോൺസ്, പിന്നെ സരി ത്രെഡ് വെച്ചിട്ട് 2 ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഷുഗർ ബീഡിൻ്റെ ഒരു ലൈനാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഫൈനൽ ഔട്ട്പുട്ട് ഫുൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ പീസാണ്. ഭയങ്കര ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രസ്സിൻ്റെ നെക്കിലും സ്ലീവിലും ഒക്കെ നമ്മൾ ഗോൾഡൻ കളർ വർക്കാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചിന് ശേഷമുള്ള ഔട്ട്പുട്ട്. ഇനി ഇതിലാണ് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഷുഗർ ബീഡ്സിൻ്റെ ഔട്ട്പുട്ട്. നമ്മളിത് സ്റ്റോൺ ചെയിൻ, സിംഗിൾ ലൈനുള്ള സ്റ്റോൺ ചെയിൻ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത ശേഷം നമ്മൾ ത്രെഡ് കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ചെയിൻ നന്നായി സ്റ്റിക്കായ ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് ശേഷം നമ്മൾ സ്റ്റോൺസ് ആണ് വെക്കുന്നത്. ആ സ്റ്റോൺസിൻ്റെ ഇടയിൽ ട്യൂബ് ബീഡ്സിൻ്റെ എൻഡിൽ ഷുഗർ ബീഡ്സും വരുന്നതായിട്ടാണ് നെക്സ്റ്റ് ഡിസൈൻ. ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് തന്നെ. സോ അതിന് ശേഷമുള്ള ലുക്ക് ഇങ്ങനെയാണ്. എഗെയിൻ നമ്മൾ സ്റ്റോൺ ചെയിൻ്റെ ഒരു ലെയർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സെയിം ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മേലെ കൂടെ. ദെൻ അതിന് ശേഷമുള്ള ലുക്ക് ഇങ്ങനെ. പിന്നീട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ലാർജ് ബീഡും ഷുഗർ ബീഡും ആണ്. ലാർജ് ബീഡിൻ്റെ എൻഡിൽ ഷുഗർ ബീഡ് വരുന്നതായിട്ടുള്ള പാറ്റേൺ ആണ് വെച്ചിട്ടുള്ളത്. സോ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ നെക്കിൻ്റെ പെൻറ്റഗൺ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ഒരു ഗോൾഡ്, ഒരു നെക്ലസ് മോഡലിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയണം. നെക്സ്റ്റ് സ്ലീവിൻ്റെ ഡിസൈനാണ്. സ്ലീവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വി ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സരി ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാർജ് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലാർജ് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈച്ച് ഫ്ലവേഴ്സ് തമ്മിൽ 1 സ്കെയിൽ വിഡ്ത്താണ് ഡിസ്റ്റൻസ്. ഈ ഫ്ലവേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് ഷുഗർ ബീഡ്സിൻ്റെ ലൈൻസ് വെച്ചിട്ടാണ്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ 2 ലൈൻ ചെയിൻ സ്റ്റിച്ചും 1 ലൈൻ ഷുഗർ ബീഡ്സിൻ്റെ സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഹാൻഡിൻ്റെ എൻഡിലായിട്ടും ഹിപ്പിൻ്റെ എൻഡിലായിട്ടും ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെയാണ് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ളത്. ബ്ലൗസ് പ്രിൻസസ് കട്ട് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൗസിൻ്റെ നെക്കും ഹാൻഡ് ഫുൾ ഗോൾഡൻ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബ്ലൗസിൻ്റെ ബാക്കിൽ കൊളുത്താണ് വെച്ചിട്ടുള്ളത്. അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ബാക്ക് ഇങ്ങനെ ഓപ്പണായി നിൽക്കാതിരിക്കാൻ. ബാക്ക് നെക്ക് റൗണ്ടും ഫ്രണ്ട് നെക്ക് പെൻറ്റഗൺ ഷേപ്പിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഷോൾ പെയർ ചെയ്യുന്നുണ്ട്, സെയിം മെറ്റീരിയൽ വിത്ത് ഗോൾഡൻ ലേസ് വെച്ചിട്ട്. അതിൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെറ്റ് സാരി എന്നാണ്. ഇതിൻ്റെ ഗോൾഡൻ കളർ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലെങ്ത്ത് 31 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അംബ്രല്ല കട്ട് സ്കേർട്ടാണ്. രണ്ട് എൻഡിലും സ്റ്റിച്ച് വരുന്ന രീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് വിയർ ചെയ്തിട്ട് ഷോളിൻ്റെ കൂടെയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.